കേരളത്തിൽ ഈ ആഴ്ച പി.സി. ജോർജ് പൊട്ടിച്ച വെടിയായിരുന്നു രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അധികം പേർ ചർച്ച ചെയ്തത്. പി.സി. ജോർജ് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന് മനസ്സിൽ വരുന്നത് അടക്കി വയ്ക്കാനൊന്നും അറിയില്ല. തൻ്റെ അടുത്തോടുകൂടി ഏത് കാര്യവും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പി.സി. ജോർജ് പലതരത്തിലുള്ള രാഷ്ട്രീയ പരിവർത്തനങ്ങൾക്ക് വിധേയനായി ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ബി.ജെ.പിയിൽ നിന്ന് പലരും കൊഴിഞ്ഞു പോകുന്ന സീസണാണിത്. പ്രത്യേകിച്ച് ദില്ലിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടന്നതിന് ശേഷം ഷെഹസാദ് പൂനാവാലയെ പോലുള്ളവർ രാജിവെച്ച് പോയ അന്തരീക്ഷമാണ് ബി.ജെ.പിക്ക് അകത്തുള്ളത്. ജൻസി കുട്ടികളുടെ മുമ്പിൽ തോറ്റു തുന്നമ്പാടിപ്പോയ നരേന്ദ്രമോദി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒപ്പമുള്ള അമിത്ഷാ തുടങ്ങിയവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കുമ്പോഴാണ് പി.സി. ജോർജ് പ്രക്ഷോഭ സ്വഭാവത്തിലൊരു കാര്യം പറഞ്ഞത്. അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് സംസാരിച്ചത്. 4.5 കോടി രൂപയാണ് തൻ്റെ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫണ്ടായി കിട്ടിയ തുക ദൂർത്തടിച്ചത് എന്നായിരുന്നു ജോർജിൻ്റെ പരാമർശം. എരുമേലിയിൽ ചേർന്ന പൊതുയോഗത്തിൽ ജോർജ് അത് പറയാൻ മടിച്ചില്ല. പരസ്യമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞു. ഈ ബി.ജെ.പിക്കകത്തുള്ളതൊക്കെ കള്ളന്മാരും കൊള്ളക്കാരുമാണ്, ഒരെണ്ണത്തിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, വകയ്ക്ക് കൊള്ളാത്തവന്മാരാണ്, പണം കക്കുന്നവരാണ് തുടങ്ങിയ ഒരുപാട് ആക്ഷേപങ്ങൾ ജോർജ് പരസ്യമായി തന്നെ പറഞ്ഞു. ജോർജിനെ സംബന്ധിച്ച് മനസ്സിലെന്തെങ്കിലും വന്നാൽ അത് രഹസ്യമാക്കി വയ്ക്കുന്നതൊന്നും പറ്റില്ല, അതങ്ങ് തുറന്നടിച്ച് പറഞ്ഞേ പറ്റൂ. പക്ഷേ ബി.ജെ.പി അല്ലേ പാർട്ടി, അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ പ്രലോഭിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. അധികം വൈകാതെ ജോർജ് പ്ലേറ്റ് മാറ്റി. ജോർജ് പറഞ്ഞു, ഞാൻ അടിയുറച്ച ബി.ജെ.പിക്കാരനാണ്, വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ, ആ തന്ത സാക്ഷാൽ നരേന്ദ്രമോദിയാണ് എന്ന്. ബാക്കിയെല്ലാം സഹിക്കാം, ബ്രഹ്മചര്യം സ്വീകരിച്ച് ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും പ്രധാനപ്പെട്ട നേതാവായി മാറിയ ഒരാൾക്ക് കേരളത്തിൽ ഇങ്ങനൊരു മകനുണ്ടാവുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായ സ്ഥിതിയാണ്. പി.സി. ജോർജിനെ പോലൊരു മകൻ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്ന് വന്നാൽ അത് സംഘപരിവാറിനുണ്ടാക്കുന്ന ക്ഷീണം ചില്ലറയല്ല. അതുകൊണ്ട് ജോർജ് തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ മകൻ ബി.ജെ.പിയുടെ നേതാവായി വളർന്നു വരാൻ വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ മോദിയുടെ മകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. തീർച്ചയായിട്ടും മോദിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷേ മോദിയുടെ പാർട്ടിയെ സംബന്ധിച്ച് ആ കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. കാരണം ജോർജ് വെറുതെ പറഞ്ഞതാവില്ല. എന്തായാലും നടൻ ദേവനെ പോലുള്ളവർ ബി.ജെ.പിയിൽ നിന്ന് പരസ്യമായി, അതും പൊതുയോഗത്തിലാണ് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുന്നത്. കണിച്ചുകുളങ്ങരയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞത് ബി.ജെ.പിയിൽ ഹിന്ദുക്കൾക്ക് പോലും രക്ഷയില്ല എന്നാണ്. ഇനിയുള്ള കാലം അദ്ദേഹം ശ്രീനാരായണീയ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുകയും അത്തരം സാമൂഹിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ബി.ജെ.പിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് ദേവൻ പറഞ്ഞത്. ദേവൻ അഭിനയ സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിലും കണിച്ചുകുളങ്ങരയിൽ അഭിനയിക്കുകയായിരുന്നില്ല, സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയാണ് ചെയ്തത്. ദേവൻ്റെ രാജിപ്രഖ്യാപനവും ജോർജിൻ്റെ നരേന്ദ്രമോദിയോടുള്ള കൂറ് പ്രഖ്യാപിക്കലുമൊക്കെ കേരളത്തിൽ ബി.ജെ.പി നേരിടുന്ന ചില പ്രതിസന്ധികളുടെ പ്രതിഫലനമാണ്. ബി.ജെ.പിയിലൊരു പുനഃസംഘടന വരുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി ബി.ജെ.പിയിൽ ചേർന്ന ഒരു പ്രധാനപ്പെട്ട മുസ്ലിം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബ്ദുള്ള കുട്ടിക്ക് ഉള്ള കസേര പോയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ പുതിയൊരു കസേര അഖിലേന്ത്യാ നേതൃരംഗത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ബി.ജെ.പി വലിയ കുഴമറിച്ചിലൂടെ പോവുകയാണ്. മാരാർജി ഭവനിലാകട്ടെ തെരഞ്ഞെടുപ്പ് കടന്നതിന് ശേഷം സ്വസ്ഥത കിട്ടിയിട്ടില്ല. അവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആളുകളെ പുറത്താക്കൽ, നടപടിയെടുക്കൽ, രഹസ്യം ചോരുന്നത് കണ്ടുപിടിക്കാനുള്ള കമ്മീഷനുകൾ, അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് തിരക്കോട് തിരക്കാണ്. ഇതിനിടയിലാണ് ജോർജിനെ പോലുള്ളവർ വരുത്തി വയ്ക്കുന്ന വയ്യാവേലികൾ. ചുരുക്കത്തിൽ കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും സ്വസ്ഥത കിട്ടാത്ത ഒരു അനുഭവമാണ് നേതാക്കൾ തന്നെ സൃഷ്ടിച്ചു വയ്ക്കുന്നത്. അണികളാകെ നിരാശരായി തെക്ക് വടക്ക് നടക്കുകയാണ്. വടക്ക് മോദിയും അമിത്ഷായും പതറി നിൽക്കുമ്പോൾ തെക്ക് ദേശത്ത്, കേരളം പോലൊരു പ്രദേശത്ത് ബി.ജെ.പി നേരിടുന്ന ഈ പ്രതിസന്ധി, ആഭ്യന്തര പ്രതിസന്ധി
അവരെ സംബന്ധിച്ച് എങ്ങനെ മറികടക്കാനാവും എന്ന ചോദ്യം വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ ബി ജെ പി പച്ച പിടിക്കാത്തതിൻ്റെ കാരണം കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് തെളിവുകൾ സമീപകാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ദേവനും പി സി ജോർജും ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ ഇതെല്ലാം തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്.